കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിൽ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. പേരാമ്പ്ര സ്വദേശി അഭിനവിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. തോളലിന് പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ സ്കൂളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. അങ്ങോട്ട് വിളിച്ചേനും ചെന്നില്ലേനും എല്ലാവരും കൂടി വന്ന് +1 അടിച്ച. പിന്നെ ഒരുമിച്ച് എന്നെ അടിച്ചത്. നേരെ നിലത്ത് വീണാരോ അവിടെ നിന്ന് ചവിട്ടി നെല്ല് കയറ്റിപ്പോയത്. ഹോസ്റ്റലിൽ പോയി സ്കൂളുകാരെ കൊണ്ടുപോയത് അല്ലല്ല കുട്ടികൾ പിന്നെ നിയമത്തിലെത്തിയവരാ. എന്ത് കാരണം പറഞ്ഞ കുട്ടികൾ അടിച്ചത്? അതാണോ റാഗിങ് തന്നെ. അങ്ങോട്ട് ചെന്നില്ലേനോ ബസ്സിനെ വിളിച്ചാരോ ആരോ അതിനെ കൊണ്ട് അടിച്ചു. എല്ലാവരും കൂടി വന്ന് സ്കൂൾ വിട്ട് CCTVന്റെ മുന്നിൽ നിന്നല്ലേനും ഇങ്ങോട്ട് നിന്ന് അടിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, സ്കൂൾ തുടങ്ങിയ ഈ സ്കൂൾ തുറന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇതുപോലുള്ള റാഗിങ്ങിൻ്റെ പേരിൽ +1 വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി തല്ലിച്ചതച്ച നിരവധി വാർത്തകൾ, പ്രത്യേകിച്ചും കോഴിക്കോട് നിന്നാണ് കൂടുതൽ ഇത്തരം വാർത്തകൾ കേട്ടത്. പക്ഷേ ഇപ്പോൾ ഈ രീതിയിലുള്ള ആക്രമണത്തിന് പിന്നിൽ ഒരു റാഗിംഗ് ആക്രമണം എന്ന് പറയാമോ, അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിൽ +1 വിദ്യാർത്ഥി അഭിനവിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്? ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സ്കൂളുകളിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. അക്രമവാസന കുട്ടികൾ പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പറയാൻ കഴിയുന്നത്. പലപ്പോഴും ഇത് കുട്ടികൾ തമ്മിലുണ്ടാവുന്ന പല കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ചൊല്ലി ഉണ്ടാവുന്ന തർക്കങ്ങളും അത് സംഘർഷത്തിലൊക്കെ കലാശിക്കും. പക്ഷേ സംഘർഷത്തിൽ കലാശിച്ച ശേഷം പിന്നീട് റാഗിങ്ങായി മാറുന്ന കാഴ്ചയും പലപ്പോഴും കാണാറുണ്ട്. പലയിടങ്ങളിലും ചിലപ്പോൾ ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും റാഗിങ്ങിന്റെ സമാനമായ കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ അഭിനവ് എന്ന 16 വയസ്സുകാരൻ +1 പഠിക്കുന്ന കുട്ടി പറയുന്നത്, തങ്ങളുടെ അടുത്തേക്ക് വരാനായി ഈ +2 വിദ്യാർത്ഥികൾ അഭിനവിനെ വിളിച്ചു. അഭിനവ് വരാൻ തയ്യാറായില്ല. അയാൾ നടന്ന വശത്തോട് തന്നെ നടന്ന് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. സ്കൂൾ കഴിഞ്ഞ സമയമായിരുന്നു, 4 മണിക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് ഇയാൾ ഇവരുടെ ഭാഗത്തേക്ക് പോകാതെ നേരെ തന്നെ നടന്ന് പോകാൻ ശ്രമിച്ചപ്പോഴാണ് പിടിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ഒറ്റ അടിയിൽ തന്നെ അഭിനവ് താഴെ വീണു. താഴെ വീണ ശേഷം നിലത്തിട്ട് ചവിട്ടുന്ന ഒരു രീതിയിലേക്ക് ഈ കുട്ടികൾ സീനിയർ വിദ്യാർത്ഥികൾ മാറി. ഇയാൾക്കിടെ തോളലിനൊക്കെ പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു ചില വിദ്യാർത്ഥികൾ പിടിച്ചു മാറ്റാനും മറ്റുമൊക്കെ എത്തിയെങ്കിലും അവർക്കും മർദ്ദനമുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നീട് മറ്റു ചില സഹപാഠികൾ എത്തിയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത്. ഈ കുട്ടി പറയുന്ന അതനുസരിച്ച് ഈ അടുത്തേക്ക് വിളിച്ചപ്പോൾ ചെന്നില്ല എന്ന ഒറ്റ കാരണത്താലാണ് മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്ത് തന്നെയാണ് ഈ സാമൂതിരി സ്കൂളിലും സമാനമായ രീതിയിലുള്ള മർദ്ദനം. ഈ +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ആ +1 വിദ്യാർത്ഥി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയൊക്കെ തേടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും ഈ +1 +2 കുട്ടികൾ തമ്മിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. അവർ ചിലപ്പോൾ സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലം ഈ +1 വിദ്യാർത്ഥികൾ കൈവശപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ടോയ്ലറ്റിലെ ഒരു പ്രത്യേക മേഖല ഈ ഒരു വിഭാഗം കൈയടക്കി വെക്കുന്ന ഇടത്തേക്ക് പുതിയ കുട്ടികൾ എത്തുക, അതായത് തങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോയ ശേഷം മാത്രമോ ഇത്തരത്തിൽ തങ്ങൾ കൈയടക്കിയിരിക്കുന്ന സ്ഥലങ്ങളും തങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന മൂലകളുമൊക്കെ +2കാർക്ക് വിട്ടു നൽകൂ എന്നുള്ള നിലപാട് പലപ്പോഴുമൊക്കെ സ്വീകരിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളും ഈ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ കലാശിക്കാറുണ്ട്. എന്തായാലും ഇവിടെ പൂർണ്ണമായും റാഗിംഗ് സ്വഭാവമുള്ള ഒരു പരാതി എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെ പറയാൻ കഴിയുന്നത്. ഈ കുട്ടി ഈ 13-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് തന്നെ സ്കൂളിലെ പരാതി നൽകിയിരുന്നു. സ്കൂളിൽ നൽകിയ പരാതി ഈ പ്രിൻസിപ്പൽ ഇത് ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക്, അതായത് റാഗിംഗ് വിരുദ്ധ കമ്മിറ്റികൾ ഓരോ സ്കൂളുകളിലുമുണ്ട്, അത്തരത്തിലൊരു കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ, ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്ന കുട്ടികൾ, ഈ ആക്രമണത്തിന് ഇരയായ അഭിനവ്, ഇവരുടെയൊക്കെ മൊഴിയെടുത്ത ശേഷം മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷമാവും ഇത് റാഗിംഗ് സ്വഭാവമുള്ള കുറ്റമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിപിടിയാണോ എന്നത് സംബന്ധിച്ചൊരു കൃത്യതയിലേക്ക് എത്തുക. എന്തായാലും രണ്ടായാലും ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ റാഗിങ്ങിന്റെ സ്വഭാവമുള്ള കുറ്റകൃത്യമെന്ന് കണ്ടെത്തിയാൽ അത് പരാതി പോലീസിന് കൈമാറും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത്തരത്തിൽ
റാഗിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ 13-ന് നടന്ന ആ സംഭവം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ റാഗിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നില്ല. അല്ലെങ്കിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ അനീഷ്? ടോം, ഈ ഘട്ടത്തിൽ പോലീസ് നടപടിയെടുത്തിട്ടില്ല. കാരണം ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് ഈ സംഭവങ്ങളെപ്പറ്റി ആദ്യം പരിശോധിക്കുന്നത്. അതിനുശേഷം ഈ റാഗിംഗ് നടന്നു എന്ന് കണ്ടെത്തിയാലാണ് പരാതി പോലീസിന് കൈമാറുക. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ നടപടിക്രമങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ ഈ അഭിനവിന്റെ കുടുംബം പറയുന്നത് 13-ന് സംഭവം നടന്ന പരാതി ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് നൽകിയിട്ടും ഇത്രയധികം ദിവസങ്ങളായി ഈ പരാതി പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഈ റാഗിംഗ് ആണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണോ എന്ന് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്കൊന്നും എത്തിയതായി കുടുംബത്തിന് വിവരം നൽകിയിട്ടുമില്ല. അതുകൊണ്ട് പരാതിയിൽ മേൽ അന്വേഷണം വൈകുന്ന സാഹചര്യത്തിൽ നേരിട്ട് പോലീസിന് പരാതി നൽകാനുള്ള ഒരു നീക്കമാണ്. ഇന്ന് തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുടുംബം നേരിട്ട് പോലീസിൽ സമീപിച്ച് കേസുമായി മുന്നോട്ട് പോകാനുള്ളൊരു നീക്കമാണ്. എന്തായാലും ഇത് മുന്നോട്ട് വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്നാണ് അഭിനവിന്റെ കുടുംബം പറയുന്നത്. കാരണം തോളിനൊക്കെ കാര്യമായ ഈ കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. +2 വിദ്യാർത്ഥികൾ മുതിർന്നവരെന്ന പേരിൽ ഈ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ 1-ാം വർഷ വിദ്യാർത്ഥികളോട് ഇത് കാണിക്കുന്നത് വലിയ ക്രൂരതയാണ്. ക്രൂരമായ മർദ്ദനമാണ് സംഘം ചേർന്നുണ്ടാകുന്നത്. നമുക്കറിയാം, താമരശ്ശേരിയിലും മറ്റുമൊക്കെ ഒരു കുട്ടി മരിച്ച സംഭവം നമ്മൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. കുട്ടികൾ തമ്മിൽ ഉണ്ടായ ഒരു കയ്യാങ്കളിയാണ്. പക്ഷേ ആ കയ്യാങ്കളി അവസാനിച്ചത് വൻ ദുരന്തത്തിലാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് കേട്ടോ. ചെറിയൊരു കയ്യാങ്കളിയായിരിക്കും ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥികളുടെ ജീവനെടുക്കുന്ന സംഭവങ്ങളിലേക്ക് പോലും വഴിമാറുന്നത്. ഇതുപോലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായൊരു കൗൺസിലിംഗ് കൊടുക്കാനാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കൾക്കുമൊക്കെ തയ്യാറെടുക്കേണ്ടത്.